ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന സന്ദേശമുയർത്തി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ KS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക്കിനെതിരെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും ഹരിത കേരളം മിഷൻ്റെയും പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും ജനങ്ങളിൽ അവബോധമുണ്ടെങ്കിലും ശൈലീവൽക്കരണത്തിൻ്റെ പ്രാധാന്യം ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നുവെന്നും ഉദ്ഘാടകൻ അഭിപ്രായപ്പെട്ടു. തുടർന്ന് നിത്യോപയോഗത്തിനായുള്ള പ്ലാസ്റ്റിക് സഞ്ചിക്ക് പകരക്കാരനായ തുണി ഉപയോഗിച്ചുകൊണ്ടുള്ള ജൈവസഞ്ചിയുടെ സൗജന്യ വിതരണവും ആശുപത്രി അങ്കണത്തിൽ വൃക്ഷത്തൈ നടീലിൻ്റെ ഉദ്ഘാടനവും നടന്നു. വാർഡ് കൗൺസിലർ പ്രഭാസ് ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി DMO ഡോക്ടർ അനു വർഗീസ് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലി. ആശുപത്രിയിലെ ബ്ലഡ് സെൻറ്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനീഷ് നായർ, നഴ്സിംഗ് സൂപ്രണ്ട് സുധാ K എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ കൃതജ്ഞതയും പറഞ്ഞു. പരിസ്ഥിതി ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി KVM കോളേജ് ഓഫ് നഴ്സിംഗിലെ 20ാം ബാച്ചിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ദിനത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. ഇതോടൊപ്പം കടപ്പുറം വനിതാ ശിശു ആശുപത്രിയുടെയും ദക്ഷിണ റെയിൽവേ ആലപ്പുഴ വിഭാഗത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ പരിസ്ഥിതി ദിന പ്രതിജ്ഞയും റാലിയും തുടർന്ന് ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. റെയിൽവേ വിഭാഗം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോബിൻ ഡൊമിനിക്, സ്റ്റേഷൻ മാസ്റ്റർ ശ്യാംകുമാർ, രാഖി, രശ്മി S ഓമനക്കുട്ടൻ, റജിമോൻ കുമാർ എന്നിവരും വനിതാ ശിശു ആശുപത്രിയിലെ ജീവനക്കാർക്കൊപ്പം പങ്കെടുത്തു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ദശകൂപ സമാവാപി ദശവാപി സമോ ഹൃദഃ ദശഹൃദഃ സമ പുത്രഃ ദശപുത്രോ സമ ദ്രുമഃ. 10 കിണറുകൾക്ക് തുല്യം ഒരു കുളം, 10 കുളങ്ങൾക്ക് തുല്യം ഒരു തടാകം, 10 തടാകങ്ങൾക്ക് തുല്യം ഒരു പുത്രൻ, 10 പുത്രന്മാർക്ക് തുല്യം ഒരു വൃക്ഷം. ഇത് വൃക്ഷ ആയുർവേദം നൽകുന്ന സന്ദേശം. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. 2025 ലോക പരിസ്ഥിതി ദിനം നാം ആഘോഷിക്കുമ്പോൾ വൃക്ഷം നട്ട് പരിപാലിക്കുന്നതിനോടൊപ്പം നമുക്ക് ഇതര പരിസ്ഥിതി സൗഹൃദ രീതികൾ കൂടി സ്വീകരിക്കാം. സുസ്ഥിര ജീവിത ശൈലികൾ സ്വീകരിക്കാം. എല്ലാവർക്കും ആരോഗ്യകരവും സുസ്ഥിരവുമായ ഭാവിയിലേക്കുള്ള ആഗോള പ്രസ്ഥാനത്തിൽ പങ്കുചേരാം. സ്വയം വിദ്യാഭ്യാസം നേടുന്നതിലൂടെയും അറിവ് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിലൂടെയും കൂടുതൽ ആളുകളെ ഹരിത ഭാവിയിലേക്കുള്ള പ്രസ്ഥാനത്തിലേക്ക് ചേരാൻ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട സ്ഥാപനതല പരിപാടിയാണ് ഇവിടെ ഇന്നിപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടിക്ക് ഔദ്യോഗികമായി ആരംഭം കുറിക്കാനായി നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയായ വാർഡ് കൗൺസിലർ ശ്രീമതി പ്രഭാസ് ശശികുമാർ പ്രഭചേച്ചിയെ ഈ വേദിയിലേക്ക് ഏറെ സന്തോഷത്തോടുകൂടി ഈ ചടങ്ങിന്റെ ഔപചാരികത ആരംഭിക്കുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. എന്നാൽ 2016 നമ്മുടെ രാജ്യത്ത് സമ്പൂർണമായ ഖരമാലിന്യ നിയന്ത്രണം നിയമം അല്ല ചട്ടം രൂപീകരിച്ചു. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ്, പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ്, കെമിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ്, ഹസാഡസ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് ഇതെല്ലാം രൂപീകരിച്ചു. ഇപ്പോൾ ഈ നിയമങ്ങളുടെ ലംഘനത്തിന് ₹1,00,000 വരെ നമുക്ക് ഫൈൻ ഇമ്പോസ് ചെയ്യാൻ കഴിയും. നോൺ ബെയിലബിൾ ഒഫൻസാണ്. ജാമ്യം കിട്ടിൽ അകത്ത് കടന്നേ പറ്റും. മാലിന്യം കടത്താൻ ഉപയോഗിക്കുന്ന വാഹനം നമുക്ക് കണ്ടുകെട്ടാം. അത്തരത്തിലുള്ള വലിയ നിയമങ്ങളും ചട്ടങ്ങളും ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ടും ലോകത്തിന് വിവിധ കാര്യങ്ങൾ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, പ്രാദേശിക സർക്കാരുകളുടെ കാര്യത്തിൽ, പരിസ്ഥിതിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ വലിയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യ സംരക്ഷണത്തിന് തുക ചെലവഴിക്കുന്നത് നമ്മുടെ കേരള സംസ്ഥാനത്തിലാണ്. വ്യക്തി ശുചിത്വം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കരുതുന്നു. പക്ഷേ പരിസര ശുചിത്വത്തിന്, പരിസ്ഥിതിയോട് ഒന്ന് ചേർന്ന് നിൽക്കുവാൻ നമ്മൾ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അധികം പറയുന്നില്ല, സമയം ഒരുപാട്, കാരണം നമുക്ക് മീറ്റിംഗ് ഉണ്ട്.
ഞാൻ ആദ്യം തന്നെ ഇത്രയും ഭംഗിയായിട്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച WNC ടീമിനെ, സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ടീമിനെ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. ആ ബൊക്കെ തൊട്ട് പിന്നെ ഇന്നിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന ജൂട്ട് ബാഗ്സ് ഉൾപ്പെടെ അത് വളരെ ചിന്തിച്ച്, അത് എല്ലാ പ്രാവശ്യവും അതെ, WNC എപ്പോഴും ഒരു വേറിട്ട കയ്യൊപ്പ് തരുന്ന ഒരു സ്ഥാപനമാണ്. കാരണം ഞാൻ GHലെ പരിസ്ഥിതി ദിനം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. പിന്നെ ഡോക്ടർ ദീപ്തിയെ ഞാൻ ഏറെ സ്നേഹിക്കുന്നു. ഡോക്ടർ ദീപ്തി പറഞ്ഞ ആ സെൻറ്റൻസുകളിൽ ഇന്ന് നമ്മൾ ഈ പരിസ്ഥിതി ദിനത്തിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് ഞാൻ പറയുന്ന ഡോക്ടർ ദീപ്തിക്കുള്ള ഇപ്പം എന്നെപ്പറ്റി പറഞ്ഞപ്പോൾ ആ സ്നേഹവും പരസ്പര ബഹുമാനവും അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഭൂമി ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഞാൻ തിരിച്ചറിയുന്നു. ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ മനുഷ്യരുൾപ്പെടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമെന്ന് എനിക്കറിയാം. അനിയന്ത്രിതമായ പ്ലാസ്റ്റിക് ഉപയോഗവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ശരിയായ സംസ്കരണമില്ലായ്മയും പരിസ്ഥിതി നാശത്തിന്റെ വേഗത കൂട്ടുന്ന ഘടകങ്ങളാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. മണ്ണും പുഴകളും തടാകങ്ങളും സമുദ്രങ്ങളുമെല്ലാം പ്ലാസ്റ്റിക് കൊണ്ട് നിറയുന്നത് തടയാൻ എന്നാലാവും വിധമെല്ലാം ചെയ്യുമെന്നും പരിസ്ഥിതിയെ സംരക്ഷിച്ചും വീണ്ടെടുത്തും ഈ ഭൂമിയുടെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഞാൻ എക്കാലവും മുന്നിൽ തന്നെ ഉണ്ടാവുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. നമ്മൾ ജീവിക്കുന്ന ഭൂമി ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ മനുഷ്യരുൾപ്പെടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമെന്ന് എനിക്കറിയാം. അനിയന്ത്രിതമായ പ്ലാസ്റ്റിക് ഉപയോഗവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ശരിയായ സംസ്കരണമില്ലാത്തതും പരിസ്ഥിതി നാശത്തിന്റെ വേഗത കൂട്ടുന്ന ഘടകങ്ങളാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. മണ്ണും പുഴകളും തടാകങ്ങളും സമുദ്രങ്ങളുമെല്ലാം പ്ലാസ്റ്റിക് കൊണ്ട് നിറയുന്നത് തടയാൻ എന്നാലാവും വിധമുള്ളതെല്ലാം ചെയ്യുമെന്നും പരിസ്ഥിതിയെ സംരക്ഷിച്ചും വീണ്ടെടുത്തും ഈ ഭൂമിയുടെ നിലനിൽപ്പ് ഉറപ്പാക്കുവാൻ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഞാൻ എക്കാലവും മുന്നിൽ തന്നെ ഉണ്ടാവുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ ദൃഢപ്രതിജ്ഞ.